ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒടുവിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 16-ാം വാക്യം. നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്നു. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും? എന്തുകൊണ്ടാണ് ഞാൻ മാത്രം ഈ പ്രശ്നങ്ങളെല്ലാം സഹിക്കേണ്ടി വരുന്നത്? എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ എന്നെങ്കിലും പുറത്തു വരുമോ? എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമോ? നമ്മുടെ ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളും ദൈവം അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? പരീക്ഷണങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയൂ. ജീവിതത്തിൽ സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കാൻ അവർക്ക് മാത്രമേ കഴിയൂ. അവർക്ക് ആശ്വാസത്തിന്റെ ഒരു വഴിയാകാനും ഒരു അമ്മയെപ്പോലെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും കഴിയും. കർത്താവ് പറയുന്നു, അവൻ നിങ്ങളെ താഴ്ത്തുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നു. അത് അവസാനം നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയാണെന്ന്. പരീക്ഷണങ്ങൾക്ക് ശേഷമുള്ള ആശ്വാസത്തിന്റെ നാളുകളെയാണ് അവസാനം എന്ന് പറയുന്നത്. വിചാരണകളുടെ നാളുകൾക്ക് ശേഷമുള്ള അനുഗ്രഹത്തിന്റെ നാളുകളായിരിക്കും ഇത്. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ കൈകളുടെ പ്രവൃത്തി ദീർഘകാലം ആസ്വദിക്കുമെന്ന്. ഇത് യെശയ്യാവ് 65-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുവദിക്കുകയാണ്. അതുവഴി നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ ഒരു വഴി മറ്റുള്ളവർക്ക് ആശ്വാസത്തിന്റെ ഉറവിടമാകുവാനും കഴിയും. ദാവീദിന്റെ ചെറുപ്പകാലത്ത് അനുഭവിച്ച എല്ലാ പരീക്ഷണങ്ങളെയും സങ്കടങ്ങളെയും കുറിച്ച് ചിന്തിക്കുക. ശൗൽ എല്ലാ ദിവസവും അവനെ അന്വേഷിച്ചു, പക്ഷേ ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല എന്ന് 1 ശമൂവേൽ 23-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്ക് കാണാം. പർവ്വതങ്ങളിൽ ഒരു വാളയെ വേട്ടയാടുമ്പോൾ ശൗൽ ദാവീദിനെ കണ്ടെത്തി കൊല്ലാൻ ശ്രമിച്ചു. അക്കാലത്ത് ദാവീദിന് ഗുഹകളിലും മലകളിലും ഒളിച്ചിരിക്കേണ്ടി വന്നു. അവൻ മരണത്തിന് ഒരടി മാത്രം അകലെയായിരുന്നു. എന്നാൽ ഒരു ദിവസം ആ പരീക്ഷണങ്ങളെല്ലാം അവസാനിച്ചു. ദാവീദ് ഇസ്രായേൽ മുഴുവനും രാജാവായി ഭരിച്ചു. അങ്ങനെ അവൻ നല്ല വാർദ്ധക്യത്തിൽ ദിവസങ്ങളും സമ്പത്തുകളും ബഹുമാനവും നിറഞ്ഞവനായി മരിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദാവീദിനെ ഉയർത്തിയ കർത്താവ് നിങ്ങളുടെ എല്ലാ പരീക്ഷണങ്ങളും പരീക്ഷകളും മാറ്റി നിങ്ങളെ ഉയർത്തും. ഈ കഷ്ടതകളെല്ലാം അല്പനേരത്തേക്കുള്ളതാണെന്ന് 1 പത്രോസ് 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ഒരു ദിവസത്തിനുള്ളിൽ കർത്താവ് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും മാറ്റും. ഇപ്പോൾ നിങ്ങളെ പരീക്ഷിക്കുന്ന കർത്താവിനെ സ്തുതിക്കുമോ? അവസാനം നിങ്ങളെ ഉയർത്തുവാൻ വേണ്ടി. ക്രിസ്തുവിനോടൊപ്പം 1000 വർഷത്തെ ഭരണം എന്ന അർത്ഥത്തിൽ അവസാന ദിവസങ്ങൾ എന്ന പദത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം അതും അവസാനമായിരിക്കും. ക്രിസ്തുവിനോട് കൂടെ 1000 വർഷം വാഴുന്നത് എത്ര അനുഗ്രഹീതമായ പദവിയായിരിക്കും. ഇത് വെളിപ്പാട് 20-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും എല്ലാ വിശുദ്ധരും ആ 1000 വർഷങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കും. നാം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണോ ആ ദിവസത്തെ? അവസാനം എന്ന പദത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അത് നാം ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ ചിലവഴിക്കുന്ന നിത്യതയാണ്. ദൈവമക്കളെ, കർത്താവിനെ പ്രതി നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അവസാനം നിങ്ങളുടെ മഹത്വമായി മാറും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 90-ാം അധ്യായം 15-ാം വാക്യം. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ശമൂവേൽ 30-31 അധ്യായങ്ങൾ, വൈകുന്നേരം ലൂക്കോസ് 13-ാം അധ്യായം 23 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.